പ്രൈസ് ദി ലോർഡ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവജനങ്ങൾക്കും കർത്താവിൻ്റെ നാമത്തിലെ വന്ദനം. ഒരു പ്രാവശ്യം കൂടെ ദൈവജനമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെ ശേഷിപ്പിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഭാരവും പ്രയാസവും വേദനയുമുള്ള ലോകത്തിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് ഓരോ ദിവസവും ജീവിപ്പാൻ കർത്താവ് കൃപ ചെയ്യുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് ഞാൻ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്, ആരാണ് യഥാർത്ഥത്തിൽ അപ്പോസ്റ്റോലിക് ബാക്ക്ഗ്രൗണ്ടുള്ള ക്രിസ്ത്യാനികൾ എന്നുള്ളതാണ് എൻ്റെ സബ്ജക്റ്റ്. അതായത് ഇന്ന് ലോകത്തിൽ ഒരുപാട് ക്രിസ്ത്യ ഡിനോമിനേഷനുണ്ട്. അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ക്രിസ്ത്യ സമൂഹം ആൾബലം കൊണ്ടും പാരമ്പര്യം കൊണ്ടും, പാരമ്പര്യം പറയുന്നത് റോമൻ കാത്തലിക്സ് ആണ്. അത് കഴിഞ്ഞിട്ട് ഓർത്തഡോക്സോ യാക്കോബായോ അതുപോലെയുള്ള സഭകളാണ്. അവരൊക്കെയും അപ്പോസ്റ്റോലിക് ബാക്ക്ഗ്രൗണ്ട് ക്ലെയിം ചെയ്യാറുണ്ട്. എന്നാൽ എന്താണ് അപ്പോസ്റ്റോലിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് ചിന്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ സമയത്ത് ഞാൻ ചിന്തിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് തന്നെ ഏറ്റവും വലിയ സംഭവമാണ്. കാരണം മരണത്തെ ജയിച്ചു എന്നുള്ളത് കൊണ്ടാണ് താൻ ദൈവപുത്രൻ എന്നെ ലോകത്തിൻ്റെ മുമ്പിൽ ഡിക്ലെയർ ചെയ്തതെന്ന് റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് റോമിലുള്ള ദൈവജനങ്ങൾക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്. യേശു ദൈവപുത്രനാണെങ്കിലും ലോകത്തിനത് മനസ്സിലാക്കിയത് പാപത്തെ തോൽപ്പിച്ചുകൊണ്ട് പാപത്തിന് പരിഹാരമായി യേശു ക്രിസ്തു രക്ഷയ്ക്ക് കാരണഭൂതനായി ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. ആ ഉയർത്തെഴുന്നേൽപ്പ് കാണിക്കുന്നത് പാപിക്ക് രക്ഷയുണ്ട്, ഇനിയും പാപി ശിക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ല, കർത്താവിൽ കൂടെ രക്ഷ അത് സൗജന്യമാണ് എന്നുള്ളതാണ് ആ ഉയർപ്പ് നമ്മെ വിളിച്ചു പറയുന്നത്. രണ്ടാമതായി സംഭവിച്ച ഏറ്റവും വലിയൊരു സംഗതിയാണ് പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് പിതാവിനാലും പുത്രനാലും അയക്കപ്പെട്ട് ഈ ഭൂമിയിൽ പെന്തക്കോസ്ത് ദിനം കടന്നു വന്നത്. പെന്തക്കോസ്ത് ദിനം കടന്നു വന്നപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്ന് അവിടെ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് നിറച്ച് അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഇതാണ് സഭയുടെ ആരംഭമായി 2-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ വിവരിക്കുന്ന സംഗതി. പരിശുദ്ധാത്മാവിൻ്റെ വരവോടാണ് സഭ ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നത്. ഈ അനുഭവത്തെയാണ് പെന്തക്കോസ്തുകാരായ ജനങ്ങൾ ഈ അന്യഭാഷ പറയുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നുള്ളതിൻ്റെ ഉറപ്പുകൊണ്ടാണ് അവരുടെ സമൂഹത്തെ അവർ പെന്തക്കോസ്തുകാരെന്ന് വിളിക്കുവാൻ തുടങ്ങിയത്, പെന്തക്കോസ്തിൻ്റെ അനുഭവം പ്രാപിച്ചതുകൊണ്ട്. എന്നാൽ മറ്റുള്ളവരൊക്കെയും അതുപോലെയുള്ള ഒരു അനുഭവക്കാരായിരുന്നില്ല. കാത്തലിക്സോ യാക്കോബായോ ഓർത്തഡോക്സുകാരോ ബാക്കിയുള്ള സമൂഹങ്ങളൊക്കെയും ഈ പറയുന്നത് പോലെ അന്യഭാഷയോടുകൂടിയ ഒരു പരിശുദ്ധാത്മ സ്നാനം വിശ്വസിക്കുകയോ അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുവാൻ താല്പര്യപ്പെടുകയോ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് അവരുടേതായ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നത്, എന്ത് ചെയ്താൽ ക്രിസ്ത്യാനിയാകും എന്നുള്ള രീതിയിലുള്ള പഠിപ്പീരുകളുണ്ട്. എന്നാൽ ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ് സഭയുടെ സ്ഥാപനം നാം കാണുന്നതെങ്കിൽ അവിടെ കാണുന്നതാണ് അപ്പോസ്തോലിക പശ്ചാത്തലം, അതാണ് അപ്പോസ്തോലിക പാരമ്പര്യം, അതാണ് യഥാർത്ഥ അപ്പോസ്തോലികമായ കാര്യങ്ങൾ എന്നല്ലേ നാം വിശ്വസിക്കേണ്ടത്. അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ താനെ സഭയെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ പിന്നീട് വിശദീകരിച്ച് പറയുന്നുണ്ട്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ സഭയെക്കുറിച്ച് ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നാം കാണുന്നില്ല. അത് എങ്ങനെയാണ് ആരംഭിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ചരിത്രമാണ് 2-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അവിടെ സഭ സ്ഥാപിച്ചത് അപ്പോസ്തോലന്മാരായ 12 പേരും യൂദയ്ക്ക് പകരം തിരഞ്ഞെടുത്ത മത്തിയാസിനെ കൂടെ ഉൾപ്പെടുത്തി 12 പേരും
പെന്തക്കോസ് ദിനം പരിശുദ്ധാത്മാവിനു വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഏകദേശം 120 പേരെന്ന് പറയുന്ന ഒരു കൂട്ടമാണ് ഈ പരിശുദ്ധാത്മാ സ്നാനം ആദ്യമായി പ്രാപിച്ചത്. അവരുടെ മേലൊക്കെയും പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് ഒരു വലിയ സംഭവമായിരുന്നു. അവിടെ ഒരു കൊടിയ കാറ്റടിക്കും പോലെ വലിയ ഒരു ജനങ്ങളെ ആകർഷിക്കത്തക്ക രീതിയിൽ എന്തോ സംഭവിച്ചു. എക്സാക്റ്റ് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾക്ക് വിവരിക്കാൻ കഴിയുകയില്ല. പല കാര്യങ്ങൾ അവരവിടെ കണ്ടു. അത് പരിശുദ്ധാത്മാവ് ആദ്യം ഇറങ്ങി വന്നപ്പോൾ അങ്ങനെ സംഭവിച്ചു. അത് കേട്ട് വലിയൊരു പുരുഷാരം കൂടി വന്നു. അവരെ കാണുകയും കേൾക്കുകയും ചെയ്തതിനെക്കുറിച്ച് വിസ്മയിച്ചിട്ട് അവരിൽ ഒരു കൂട്ടർ പറഞ്ഞു, ഇവര് ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ സംസാരിക്കുന്നു. മറ്റു കൂട്ടർ പറഞ്ഞു, ഇവർ വീഞ്ഞു കുടിച്ച് മത്തരായി സംസാരിക്കുന്നു എന്ന്. കൂടി വന്ന കൂട്ടത്തിൽ 2 ജനവിഭാഗങ്ങളായിരുന്നു. അതിൽ കൂടുതൽ പേരും മത്ത് കാണിക്കുന്നു, വീഞ്ഞു കുടിച്ച് മത്തരായി എന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കാം പത്രോസ് അവരെ അഭിസംബോധന ചെയ്തിട്ട്, ഞങ്ങൾ വീഞ്ഞു കുടിച്ച് മത്തരായവരല്ല, യോവേൽ പ്രവാചകൻ പറഞ്ഞത് യാഥാർത്ഥ്യമായതാണ്, അതാണ് നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതിൻ്റെയും ഈ സംഗതിയുടെ പിന്നിലുള്ള പശ്ചാത്തലമെന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രസംഗമാണ് പത്രോസ് ആദ്യമായി ചെയ്യുന്നത്. പത്രോസ് അങ്ങനെ പ്രസംഗിച്ചു വരികെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റുവെന്നും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടെന്നും തൻ്റെ വാക്കുകളിൽ താൻ ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ താൻ 21-ാം വാക്യത്തിൽ വരുമ്പോൾ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുള്ള വാക്യം ഉദ്ധരിച്ചുകൊണ്ട് യേശുവിനെ ഉയർത്തി കാണിച്ച് പ്രസംഗിച്ചു. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവരെ അറിയാതെ, യേശു മശിഹയാണെന്ന് ഗ്രഹിക്കാതെ, യഹൂദന്മാര് യേശു ക്രിസ്തുവിനെ കൊല്ലുവാൻ വേണ്ടി പീലാത്തോസിനോട് പറഞ്ഞപ്പോൾ അവരും അതിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി അവരുടെ ഹൃദയത്തിലുള്ള കുറ്റബോധം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് മറുപടിയായി പത്രോസ് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിലേക്ക് തിരിയണം. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിങ്ങൾ തിരിഞ്ഞ് നിങ്ങളുടെ പാപങ്ങളെ അതിൻ്റെ മോചനത്തിനു വേണ്ടി മാനസാന്തരപ്പെടണം. എന്നിട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിക്കണം. അപ്പോൾ നിങ്ങൾക്കും ഞങ്ങളെപ്പോലെ ഈ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കുമെന്ന് പറയുകയും ആ വ്യക്തികൾ അത് അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും അല്ലെങ്കിൽ അവരുടെ പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെട്ട് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുകയും അവർ സ്നാനപ്പെടുകയും ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് സഭയുടെ ആരംഭം. അവിടെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് മറ്റ് സഭകളിൽ കാണുന്ന യാതൊന്നും അവിടെ കാണുന്നില്ല. അവിടെ യേശുക്രിസ്തു ദൈവപുത്രനെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും തങ്ങളുടെ പാപമോചനത്തിനു വേണ്ടി യേശു മരിച്ചു എന്ന് അംഗീകരിക്കുകയും അങ്ങനെ അംഗീകരിച്ചവർ പരസ്യമായി യേശുക്രിസ്തുവിനോട് ചേരുവാൻ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പക്ഷത്തേക്ക് വരുവാൻ യഹൂദാ മതത്തിൻ്റെ വിശ്വാസങ്ങളെയും പ്രമാണങ്ങളെയും ത്യജിച്ച് അപ്പോസ്തോലന്മാരോടുകൂടെ കൂടിയവരെയാണ് ഈ രക്ഷിക്കപ്പെട്ടവരെന്ന് ആദ്യം വിളിച്ചിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ അവർ വേറെ യാതൊരു വിധമായ കൂദാശകളോ മറ്റോ ഒന്നും ചെയ്തിട്ടില്ല. അവരെ ആകപ്പാടെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെട്ടു. യേശു തമ്പുരാൻ രക്ഷിതാവും കർത്താവുമെന്ന് അവരെ ഉള്ളിൽ വിശ്വസിച്ചു. എന്നിട്ട് യേശു ക്രിസ്തു പഠിപ്പിച്ച യേശുവിൻ്റെ നാമത്തിൽ, അവിടെ യേശു മാത്രമാണ് നാമത്തിലുള്ള സ്നാനം പറഞ്ഞിരിക്കുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള നാമമെന്ന് ഉപയോഗിച്ച ഏക സ്നാനം കർത്താവാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ നാമം എന്ന് പറഞ്ഞ് ഇവിടെ പത്രോസ് അങ്ങനെ സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നു. അതാണ് ക്രിസ്ത്യാനികളുടെ ആരംഭം. അപ്പോൾ ഇതാണ് അപ്പോസ്തോലന്മാർ ചെയ്തത്. ഇത് ചെയ്ത ഏത് സഭയുണ്ടോ അതാണ് അപ്പോസ്തോലിക സഭ. അല്ലാതെ അതിൻ്റെ കൂടെ ആടുകയോ അതിൻ്റെ കൂടെ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യുന്നവരല്ല അപ്പോസ്തോലിക സഭ. പ്രധാനമായിട്ട് ഇന്ന് 2 ക്രിസ്തീയ സമൂഹങ്ങൾ അവകാശപ്പെടുന്നത്, ഒന്ന് റോമിലുള്ള സഭയുടെ പാരമ്പര്യമാണ്, വേറെ ഒന്ന് ആന്ത്യോക്യയിലുള്ള സഭയുടെ പാരമ്പര്യമാണ്. എന്നാൽ യഥാർത്ഥ ക്രിസ്ത്യാനികൾക്ക് ആദ്യത്തെ സഭയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് യെരുശലേം സഭയാണ്. അതിൻ്റെ പാരമ്പര്യമാണ് അപ്പോസ്തോലിക പാരമ്പര്യം. അല്ല റോമിലുള്ള സഭയുമല്ല
അന്ത്യോക്യയിലുള്ള സഭയുമല്ല. കാരണം റോമിലുള്ള സഭ അപ്പോസ്തോലന്മാരാൽ സ്ഥാപിക്കപ്പെട്ടതേ അല്ല. കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ പെന്തക്കോസ്ത് ദിനം കൂടി വന്നവരുടെ കൂട്ടത്തിൽ ഈ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യഹൂദന്മാർ കൂടി വരികയും അവർ മടങ്ങിപ്പോയി അവർ സുവിശേഷം അറിയിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ലോകത്തിലെ എല്ലായിടത്തും സഭകൾ ഉണ്ടാകുവാനിടയായിത്തീർന്നു. അപ്പോൾ അതിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നത്, റോമയിൽ നിന്ന് വന്നു പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും. അപ്പോൾ റോമിൽ നിന്ന് കടന്നു വന്നവർ തിരിച്ചു പോയപ്പോൾ ഈ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യേശുവിനെ അംഗീകരിച്ച് അപ്പോസ്തോലന്മാരുടെ കൂടെ നിന്ന് ഫെലോഷിപ്പ് കൂട്ടായ്മ ആചരിക്കുകയും അവരുടെ പഠിപ്പീരെ അംഗീകരിക്കുകയും ചെയ്ത ദൈവജനങ്ങൾ റോമിലേക്ക് കടന്നു പോവുകയും അവിടെ സഭ സ്ഥാപിക്കുകയും ചെയ്തു. അവിടെ ഒരു അപ്പോസ്തോലൻ്റെയും ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടില്ല. പത്രോസൊക്കെ പോയി എന്ന് പറയുന്നത് തന്നെ അത് വളരെ കാലങ്ങൾ കഴിഞ്ഞ് ഏകദേശം AD 60 അടുത്ത കാലഘട്ടത്തിൽ വല്ലതും ആയിരിക്കും പോയിട്ടുണ്ടെങ്കിൽ തന്നെ പോയിട്ടുള്ളത്. പൗലോസും ആ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് അവിടെ പോയിട്ടുള്ളത്. അങ്ങനെയുള്ളപ്പോൾ ആരംഭകാലത്ത് ആരോ അറിയപ്പെടാത്ത സാധാരണ വിശ്വാസികൾ പെന്തക്കോസ്ത് ദിനത്തിൽ പത്രോസിന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് മടങ്ങിപ്പോയവരാണ് റോമിൽ സഭ സ്ഥാപിച്ചത്. അത് ഏത് പാരമ്പര്യമാണ് അന്നത്തെ സഭ? അന്നത്തെ സഭ യെരുശലേമിൽ ദൈവാത്മാവ് പ്രാപിച്ച പത്രോസ് പറഞ്ഞ പ്രസംഗം കേട്ട് അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടവരായിരുന്നു ആ സഭയിലേക്ക് പോയവരെ. അതുപോലെ തന്നെ നമ്മൾക്കറിയാം, 7-ാം അധ്യായത്തിൽ സ്തേഫാനോസ് വളരെ ശക്തിയുക്തമായ ഒരു പ്രസംഗം ചെയ്തു. യഹൂദന്മാർ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു, മാത്രമല്ല പ്രവാചകന്മാരെ അവർ ഉപദ്രവിച്ചു. അത് വളരെ ശക്തമായ പ്രസംഗമായതുകൊണ്ട് സ്തേഫാനോസിനെ കല്ലെറിയുകയും കൊല്ലുകയും ചെയ്തപ്പോൾ അപ്പോസ്തോലന്മാരൊഴികെ ബാക്കി ഉണ്ടായിരുന്ന സഭയിലുള്ള എല്ലാവരും ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയി. അവരുടെ കൂട്ടത്തിൽ കുറെ പേരെ അന്ത്യോക്യയിൽ ചെന്ന് ഒരു സമൂഹത്തോടെ സുവിശേഷം പറയുകയും അനേകരെ രക്ഷിക്കപ്പെടുകയും അങ്ങനെ അവിടെ ഒരു സഭ ഉടലെടുക്കുകയും ചെയ്തു. അത് അപ്പോസ്തോലന്മാരല്ല, ഈ തെരഞ്ഞെടുക്കപ്പെട്ട 7 പേരുമല്ല. എന്നാൽ ശമരിയക്കാർക്കാണെങ്കിൽ പിന്നെയും പറയാം, ഞങ്ങളുടെ സഭ സ്ഥാപിച്ചത് ഈ 7 പേര് അപ്പോസ്തോലന്മാരെ കൈവച്ച് പ്രാർത്ഥിച്ച 7 പേരുടെ കൂട്ടത്തിൽ ഒരുവനായ ഫിലിപ്പോസാണ്. കുറഞ്ഞ പക്ഷം അവർക്കൊരു പാരമ്പര്യം പറയാം. എന്നാൽ അന്ത്യോക്യയിലുള്ള ദൈവജനങ്ങൾക്ക് ഇങ്ങനെ ഒരു പാരമ്പര്യം പറയാനേ പറ്റുകയില്ല. അവിടെ സഭയുണ്ടായി എന്ന് കേട്ടപ്പോൾ ഈ 12 പേരിൽ പെടാത്തവനും അല്ലെങ്കിൽ 7 പേരിൽ പെടാത്തവനുമായ ബർന്നബാസാണ് അവിടേക്ക് കടന്നുപോയത്. ബർന്നബാസ് അവിടെ ചെന്നപ്പോൾ അവിടെ ദൈവകൃപ ഓൾറെഡി വ്യാപരിക്കുന്നത് കണ്ടു. അവരുടെ ജീവിതത്തിൻ്റെ ദൈവവും കർത്താവുമായിട്ടുള്ള ബന്ധം അവർ മനസ്സിലാക്കി വളരെ സന്തോഷിച്ച് കർത്താവിനോട് ചേർന്ന് നിൽക്കണം, കൃപയിൽ സന്തോഷിക്കണമെന്ന് മാത്രമേ ബർന്നബാസ് അവരെ ഉപദേശിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് കാലഘട്ടം കഴിഞ്ഞിട്ടാണ് പൗലോസിനെ കൂട്ടിക്കൊണ്ടുവന്ന് 2 പേരും പൗലോസും ബർന്നബാസും കൂടെ ആ സഭയിൽ കുറെ നാൾ ശുശ്രൂഷിക്കുന്നത്. അവർക്ക് അധിക നാൾ അവിടെ ശുശ്രൂഷിക്കുവാനും കഴിഞ്ഞിട്ടില്ല. അവരെ ആരാധിച്ചും പ്രാർത്ഥിച്ചും ഉപസിച്ചും കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് വളരെ വ്യക്തമായി പറഞ്ഞു, നിങ്ങളെ ഈ സഭയുടെ പരിപാലനത്തിന് വേണ്ടി അല്ല വിളിച്ചിരിക്കുന്നത്, ലോക സുവിശേഷീകരണത്തിന് വേണ്ടിയിട്ടാണ്. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ വേർതിരിക്കുവാൻ അവിടെ ഉണ്ടായിരുന്ന ഉപദേഷ്ടാക്കന്മാരോട് ദൈവത്തിൻ്റെ ആത്മാവ് കൽപ്പിച്ചു. അവരെ പൗലോസിന്റെ മേലും ബർന്നബാസിന്റെ മേലും കൈവച്ച് അവരെ അനുഗ്രഹിച്ച് അവരെ വേർതിരിച്ച് ലോക സുവിശേഷീകരണത്തിന് വേണ്ടി വിട്ടു. അപ്പോൾ അവരെ അവിടെ നിരന്തരമായി പാസ്റ്റർമാരായിട്ടും ഇരുന്നിട്ടില്ല. ആരെ? പൗലോസോ ബർന്നബാസോ. അതുകൊണ്ട് റോമിലുള്ള സഭയ്ക്കും ആന്തിയോക്യയിലുള്ള സഭയ്ക്കും ഒരു അപ്പോസ്തോലിക ബാക്ക്ഗ്രൗണ്ടും പറവാനായിട്ടില്ല. അത് അവർ പറഞ്ഞാൽ അതിനകത്ത് വേദപുസ്തകത്തിൽ യാതൊരു വിധമായ തെളിവും അതിനില്ല. പിന്നെ എങ്ങനെയാണ് അവർ ഈ 2 കൂട്ടരും ഞങ്ങളാണ് അപ്പോസ്തോലിക സഭ, ഞങ്ങളുടേത് മാത്രമാണ് അപ്പോസ്തോലികത്വം എന്നൊക്കെ പറഞ്ഞു പിടിപ്പിക്കുന്നതെന്ന് വെച്ചാൽ വെറുതെ പറയുന്നു എന്നല്ലാതെ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതൊന്നും ശരിയല്ല, ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിലും ഇത് ശരിയല്ല. പിന്നെ എങ്ങനെയാണ് ആർക്കും എന്തും ക്ലെയിം ചെയ്യാം? ഇപ്പോൾ നമ്മൾക്ക് ആകാശത്തിലേക്ക് നോക്കി അവര് ഇതെല്ലാം നമ്മുടേതാണെന്ന് കൈയെടുത്ത് ഒരു വ്യക്തി പറഞ്ഞാൽ നമ്മൾക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ആകട്ടെ, എൻ്റെ വിഷയം അതല്ല. അപ്പോൾ ഏതാണ് യഥാർത്ഥ അപ്പോസ്തോലിക സഭ? അപ്പോസ്തോലിക സഭ എന്ന് പറയുന്നത് അത് രക്ഷിക്കപ്പെട്ട ദൈവജനങ്ങളുടെ കൂട്ടമാണ്.
യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ച് പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് കർത്താവ് പറഞ്ഞ സ്നാനമേറ്റ് അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടവരാണ് അപ്പോസ്തോലിക സഭ. ഇവിടുത്തെ സഭയെക്കുറിച്ച് നോക്കിക്കേ, നാം വായിച്ചതായ വേദവാക്യം 2-ാം അധ്യായത്തിന്റെ 42-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുകയാണ്, അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടു. എന്തുകൊണ്ടാണ് അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടത്? അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടതിനെ അവർക്ക് വ്യക്തിപരമായി പേഴ്സണലായി ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോസ്തോലന്മാർ പറയുന്നതാണ് ശരി. എന്താണ് അപ്പോസ്തോലികന്മാരുടെ ഉപദേശം? കർത്താവായ യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുൻപേ തൻ്റെ അപ്പോസ്തോലന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലൊക്കെയും പോകണം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനം കഴിപ്പിച്ച് ശിഷ്യന്മാരാക്കണം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ഉപദേശിച്ചും കൊണ്ട് അവരെ ശിഷ്യരാക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല പത്രോസോ യോഹന്നാനോ അന്ത്രയോസോ മത്തായിയോ അവരുടെ ഉള്ളിൽ നിന്ന് വന്ന കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ യേശു പറഞ്ഞില്ല. യേശു പോകാൻ നേരത്തെ ഏറ്റവും അവസാനമായി പറഞ്ഞത്, നിങ്ങളെ ശിഷ്യന്മാരാക്കേണ്ടത് എങ്ങനെയുള്ളവരെയാണ്? അത് ലോകത്തിലേക്ക് കടന്നുപോയിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് അവരെ ശിഷ്യരാക്കുവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അപ്പോസ്തോലന്മാരുടെ ഉപദേശം എന്ന് പറഞ്ഞാൽ എന്താ? യേശു തമ്പുരാൻ പഠിപ്പിച്ച കാര്യങ്ങൾ പ്രായോഗത്തിൽ കൊണ്ടുവരുന്നതാണ് ശിഷ്യത്വത്തിന്റെ ലക്ഷണമെന്ന് യേശു മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞത് ഇവർ പ്രായോഗത്തിൽ കൊണ്ടുവന്നപ്പോൾ ഇന്ന് ഈ കാണുന്ന സഭകളിൽ കാണുന്നതൊന്നും അപ്പോസ്തോലിക ഉപദേശമേ അല്ല, യേശു പഠിപ്പിച്ചതുമല്ല. യേശു പഠിപ്പിച്ചത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ എന്നാണ്. ഈ സഭകളിലൊന്നും മാനസാന്തരപ്പെടുവാൻ ശക്തമായി അവർ പറയുന്നില്ല. അവർ ക്രിസ്ത്യ കുടുംബത്തിൽ ജനിക്കുന്നത് കൊണ്ടോ മാമോദിസ മുങ്ങിയത് കൊണ്ടോ ക്രിസ്ത്യ സമൂഹത്തിന്റെ ഭാഗമായി ക്രിസ്ത്യാനി എന്ന് പേര് വിളിക്കുകയും മാമോദിസ മുഖാന്തരം പാപമോചനം ലഭിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടമാണ് ഇങ്ങനെയുള്ള സഭകൾ. അപ്പോൾ അതായിരുന്നില്ല അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്. അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത് യേശു തമ്പുരാൻ പറഞ്ഞ കാര്യമാണ്. യേശു തമ്പുരാൻ പറഞ്ഞതാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ നാം വായിച്ചു കേൾക്കുന്ന കാര്യം. എന്ത്? യേശുക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നതാണ് രക്ഷിക്കപ്പെടുന്നത് എന്ന് അപ്പോസ്തലനായ പൗലോസ് റോമിലുള്ളവർക്ക് തന്നെ കത്തെഴുതുകയാണ്. അതാണ് രക്ഷിക്കപ്പെടുന്നതെന്ന്. അപ്പോൾ രക്ഷ എന്ന് പറഞ്ഞാൽ അതിനൊരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് റോമിൽ ലേഖനം എഴുതിയപ്പോഴാണ്. യേശുക്രിസ്തുവിനെ കർത്താവെന്ന് വിശ്വസിക്കുകയും ഹൃദയം കൊണ്ടാണ് വിശ്വസിക്കേണ്ടത്, വായ് കൊണ്ട് ഏറ്റുപറയുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. അല്ലാതെ ക്രിസ്ത്യ കുടുംബത്തിൽ ജനിക്കുന്നത് കൊണ്ടോ മാമോദിസ മുങ്ങുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കർമ്മം ചെയ്യുന്നത് കൊണ്ടോ അല്ല. ഹൃദയത്തിലാണ് വീണ്ടും ജനനമെങ്കിൽ അത് ആത്മാവിലാണ്, അത് ഉയരത്തിൽ നിന്നുള്ള വീണ്ടും ജനനമാണ്. ആ വ്യക്തി ആ സമയത്ത് ഒരു പുതിയ സൃഷ്ടിയാകുന്നു. അതിന് കാരണം അവൻ യേശുക്രിസ്തു ദൈവമാണെന്നും യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചുവെന്നും യേശുക്രിസ്തു മരിച്ചത് മാത്രമല്ല ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് എനിക്ക് ശാപമായിരിക്കുന്ന മരണത്തിൽ നിന്ന് എന്നെ ഉദ്ധരിച്ച് നിത്യജീവൻ തരുവാൻ ശക്തനാണ്, അതിന് പ്രാപ്തനാണ്. രക്ഷയ്ക്കുള്ള മാർഗം ക്രിസ്തു കാൽവറി ക്രൂശിൽ കൂടെ ചെയ്തെടുത്തു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത്. അതാണ് വേദപുസ്തകത്തിന്റെ ഡെഫിനിഷൻ. അതിന് ചെയ്യേണ്ടത് എന്താ? അതിന് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുക, യേശു ദൈവപുത്രൻ എന്നെ അംഗീകരിക്കുക. അത് അംഗീകരിച്ചവർ കർത്താവിൻ്റെ കൽപ്പന പ്രകാരമുള്ള സ്നാനം ഏറ്റെടുക്കുകയും ചെയ്യുക. ഇത് ചെയ്തപ്പോഴാണ് ഇവരെ രക്ഷിക്കപ്പെട്ട് സഭയോട് ചേർക്കുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രക്ഷിക്കപ്പെടുന്നവരെ അവൻ സഭയോട് ദിനം പ്രതി ചേർത്തുകൊണ്ടിരുന്നു. അല്ലാതെ ഇവരുടെ മക്കളായി ജനിക്കുന്നവരെ അല്ല സഭയോട് ചേർത്തിരുന്നത്. അപ്പോൾ ഏതാണ് അപ്പോസ്തോലിക സഭ? അപ്പോസ്തോലിക സഭ എന്ന് പറയുന്നത് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് യേശുക്രിസ്തുവിൽ കൂടെ പാപമോചനം നേടി യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ അനുഭവിച്ച് സ്നാനപ്പെട്ടവരായിരുന്നു 1-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ് ദിവസം രക്ഷിക്കപ്പെട്ടവരെന്ന് വേദപുസ്തകം ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെടുന്നവരാണ് യേശു തമ്പുരാൻ പഠിപ്പിച്ചത് കേൾക്കുവാൻ അപ്പോസ്തലന്മാരുടെ കൂടെ ചേർന്ന് അവർ പഠിപ്പിച്ച
ആ പഠിപ്പീര് ജീവിതത്തിൽ കൊണ്ടുവന്നത്. അവിടെ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. അവരെന്തോ ചെയ്തിരുന്നു? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. വേറെ ആരുടെയല്ല, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. ഇവരെയൊക്കെ പ്രധാനമായ ഉപദേശം യേശുവിനെ ഉയർത്തുക, യേശു ദൈവപുത്രനായിരിക്കുക, യേശു മടങ്ങി വരും, യേശു പരിശുദ്ധാത്മ ദാനം ചെയ്യുന്നവനാണ്, യേശുവിൽ കൂടെയാണ് എല്ലാ വിടുതലും എന്നുള്ളതായിരുന്നു അപ്പോസ്തലന്മാരുടെ പ്രസംഗത്തിൻ്റെ സാരാംശം. അപ്പോൾ ആരാണ് അപ്പോസ്തോലിക സഭ? ഇന്ന് ഈ കാണുന്ന സഭകളാണോ? അതോ അതേ അപ്പോസ്തലന്മാരുടെ വിശ്വാസം പിന്തുടരുന്ന യെരുശലേമിലുണ്ടായ സഭയുടെ പിൻഗാമികളായി അപ്പോസ്തലന്മാർ പറഞ്ഞ കാര്യങ്ങളെ അതുപോലെ ഏൽക്കുന്നവരാണ് അപ്പോസ്തോലികമായ പാരമ്പര്യം ആർക്കെങ്കിലും പറവാൻ കഴിയുമെങ്കിൽ ഏറ്റെടുക്കുവാൻ കഴിയുന്നത്. അത് ഈ പാരമ്പര്യം എന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു പാരമ്പര്യമേ പറഞ്ഞിട്ടില്ല. കൊച്ചുമക്കൾ ആരും ക്രിസ്ത്യാനികളാകുന്നതായിട്ട് പറഞ്ഞിട്ടില്ല. ആര് യേശുവിനെ അംഗീകരിക്കുന്നു അവൻ മാത്രമാണ് പുതിയ സൃഷ്ടി. ആ വ്യക്തി മാത്രമേ രക്ഷിക്കപ്പെടുന്നുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ ഒരു ഭാര്യ ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ കാര്യങ്ങളെ പറഞ്ഞു വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, അവരോട് ചോദിക്കുകയാണ്, നീ എൻ്റെ ഭാര്യയ്ക്ക് എങ്ങനെ രക്ഷപ്പെടുത്തുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? നിനക്ക് എങ്ങനെ കഴിയുമെന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തിക്കും വേറൊരാളെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. യേശു തമ്പുരാന് മാത്രമേ ഒരു വ്യക്തിയെ രക്ഷിക്കുവാൻ കഴിയുള്ളൂ. വേറൊരാൾക്ക് നമുക്ക് രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം യേശുവിനെ രക്ഷിതാവായും കർത്താവുമായി പറഞ്ഞു കൊടുക്കാമെന്നല്ലാതെ അത് മനഃപൂർവ്വം അംഗീകരിച്ച് സ്വീകരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ രക്ഷയുടെ അനുഭവം ഉണ്ടാകുകയുള്ളൂ. അതൊരു ജനനമാണ്, അതൊരു പുതിയ സൃഷ്ടിയാണ്, അതൊരു പുതുജനനമാണെന്ന് യേശു തമ്പുരാൻ പറഞ്ഞിരിക്കുന്നു. അത് വ്യക്തമായി ജീവിതത്തിൽ ഒരു കൺവിക്ഷന്റെ അടിസ്ഥാനത്തിലാണ്, ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. ആ പേഴ്സണൽ എക്സ്പീരിയൻസ് പ്രാപിച്ചവർ മാത്രമാണ് ആദിമസഭയിലെ വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ. അങ്ങനെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ആരും വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനികളല്ല. അവർക്ക് ചിലപ്പോൾ പേര് കാണും, സംഘടന കാണും, നാമം കാണും, ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം. അതൊന്നും വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവോ ദൈവവചനമോ അപ്പോസ്തലന്മാരോ നമുക്ക് സമ്മതിച്ച് തരുന്നില്ല. അപ്പോൾ ഇവരെന്തോ ചെയ്തു? ഇവർക്കൊരു കൺവിക്ഷൻ ഉണ്ടായി. കൺവിക്ഷൻ മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. രണ്ടാമത്തേത് എന്തോ എക്സ്പീരിയൻസാ? അവരുടെ ജീവിതം വ്യത്യസ്തമായി തീർന്നു. അവരുടെ ജീവിതത്തിൽ അവരെ സന്തോഷമുള്ളവരായിത്തീരുന്നു, പ്രത്യാശയുള്ളവരായിത്തീരുന്നു, ധൈര്യമുള്ളവരായിത്തീരുന്നു. അവർക്ക് മരണത്തിന് അങ്ങേപ്പുറത്തൊരു ജീവിതമുണ്ട്, അത് ഇപ്പോൾ തന്നെ പ്രാപിച്ചു എന്നുള്ള ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. അത് മരിച്ച ശേഷം കർമ്മങ്ങൾ ചെയ്ത് സ്വർഗത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രക്രിയയായി വേദപുസ്തകത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല. മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിനെ തക്കവണ്ണം പ്രാപിപ്പാൻ നാം ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നാം ജീവിക്കുമ്പോൾ തന്നെ നാം സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ എന്ന് രക്ഷിക്കപ്പെട്ട ഒരുവന് മാത്രമേ പറവാൻ കഴിയുള്ളൂ. അല്ലാത്ത വ്യക്തിക്ക് അതെങ്ങനെ പറവാൻ കഴിയും? അത് ആർക്കാ ഉറപ്പ് പറയാൻ കഴിയുന്നത് എന്നൊക്കെ പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട് കുടുംബത്തിലെ അംഗമായവർക്കറിയാം, ആ കുടുംബത്തിൻ്റെ പിതാവായ യേശു ക്രിസ്തു മുഖാന്തരം പാപമോചനം ലഭിച്ചതുകൊണ്ട് അവൻ ആ കുടുംബത്തിൻ്റെ അംഗമാണ്. ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളായി നമ്മെ പിതാവ് കുടുംബത്തിലേക്ക് അഡോപ്റ്റ് ചെയ്തതുകൊണ്ട് നാമും ആ സ്വർഗീയ കുടുംബത്തിൻ്റെ അവകാശികളാണെന്നുള്ള ഉറപ്പ് ആ വ്യക്തിക്ക് ലഭിക്കുന്നു. അല്ലാതെ കടന്നു വരുന്നവരൊക്കെയും ആ കുടുംബത്തിൻ്റെ ഭാഗമാകുന്നില്ല. രണ്ട് വിധത്തിലെ മക്കളാകുവാൻ ലോകത്തിലും ഭൂമിയിലും സാവകാശമുള്ളൂ. ഒന്ന്, പിതാവിൽ നിന്ന് ജനിക്കണം. അത് നമ്മൾക്ക് സാധിക്കുകയില്ല. കാരണം നാം പാപികളായി, പാപ സ്വഭാവത്തിൽ നാം ഓരോരുത്തരും പാപികളായി ജനിച്ചപ്പോൾ ദൈവത്തിൽ നിന്നല്ല നമ്മൾ ജനിച്ചത്. അതിനുവേണ്ടി ആത്മാവിൽ ജനിക്കുവാൻ ദൈവം ഒരു സന്ദർഭം തന്നു. അങ്ങനെ ആത്മാവിൽ ജനിച്ചവരെ പിതാവായ ദൈവത്തിൻ്റെ മുൻനിർണയം പ്രകാരം മുന്നറിഞ്ഞവരെ അവനിലേക്ക് ആകർഷിക്കുകയും ആകർഷിച്ചവരെ രക്ഷിക്കുകയും രക്ഷിച്ചവരെ നീതീകരിച്ച് അവർക്ക് ഒരു തേജസ്കരണം ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ കണ്ടിരിക്കുന്നത് കൊണ്ട് അവർ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ഇപ്പോൾ തന്നെ ആ ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ വിട്ടുപിരിഞ്ഞാൽ എവിടെ പോകുമെന്ന് എനിക്കറിയത്തില്ല,
ഞാൻ പോയ ശേഷം നിങ്ങളോട് അറിയിക്കാമെന്നല്ല പറയുന്നത്. ഞാൻ വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെ, വളരെ ധൈര്യമായിട്ടാണ് പറയുന്നത്. അത് അത്യുത്തമമാണ്, അത് ഞാൻ അധികമായി കാക്ഷിക്കുന്നു. വളരെ ധൈര്യത്തോടാണ് പറയുന്നത്. ഞാൻ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. ഒഴിക്കപ്പെട്ടാൽ ഞാൻ കർത്താവിൻ്റെ സന്നിധാനത്തിലേക്ക്, എനിക്കായി കാത്തിരിക്കുന്ന കർത്താവിൻ്റെ അടുക്കലേക്കാണ് കടന്നു പോകുന്നത്. അതിന് തെളിവ് വളരെ വ്യക്തമായി 2 ഉദാഹരണം വേദപുസ്തകത്തിൽ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സ്തെഫാനോസിന്റെ കാര്യമാണ്. കല്ലെറിഞ്ഞു കൊല്ലുന്ന ആ നിമിഷത്തിൽ സ്വർഗം തുറക്കുന്നതും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മനുഷ്യപുത്രൻ നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ്, കർത്താവെ എൻ്റെ ആത്മാവിനെ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് താൻ കടന്നു പോകുന്നു. അപ്പോൾ തനിക്കറിയാം താൻ എങ്ങോട്ടാണ് പോകുന്നത്. തന്നെ സ്വീകരിക്കുന്നത് ആരാണ്? ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ തറപ്പിച്ചുറപ്പിച്ച് വ്യക്തമായ ഒരു ബോധ്യം തനിക്കുണ്ട് താൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. വളരെ ഉറപ്പോടുകൂടിയാണ് തൻ്റെ ജീവിതം താൻ അവസാനിപ്പിക്കുന്നതെന്ന് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ 59-ാം വാക്യത്തിൽ, കർത്താവായ യേശുവേ, എൻ്റെ പ്രാണനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവൻ മുട്ടുകുത്തി, ഇവർക്ക് ഈ പാപം നിർത്തരുത് എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് അവൻ നിദ്ര പ്രാപിച്ചു. അപ്പോൾ യേശുവിലേക്ക് ആശ്രയം വെച്ച് യേശുവിനെ കണ്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് അവൻ പോയി എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം യേശു അവനെ സ്വീകരിപ്പാൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. യേശു പറഞ്ഞു, ലാസർ മരിച്ചു. ദൈവദൂതന്മാർ അവനെ എങ്ങോട്ട് കൊണ്ടുപോയി? അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. മരിച്ച മാനസാന്തരപ്പെടാത്ത ആ നല്ലവനായ ധനവാനെ യാതനാ സ്ഥലത്തേക്കും പോയി. എന്താ പറഞ്ഞിരിക്കുന്നത്? എങ്ങനെ അറിയാം അവൻ മാനസാന്തരപ്പെട്ടില്ലെന്ന്? അവൻ തന്നെ പറയുന്നുണ്ട്, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റ് അവരോട് ചെന്ന് സുവിശേഷം പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങൾ മാനസാന്തരപ്പെടും. അവരിവിടെ വരാതിരിപ്പാൻ മാനസാന്തരപ്പെടേണ്ടതിന് അബ്രഹാം പിതാവേ, ലാസറിനെ അവരുടെ അടുക്കലേക്കൊന്ന് അയക്കണമേ. അപ്പോൾ തനിക്കറിയാം താൻ എന്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. താൻ മാനസാന്തരപ്പെട്ടില്ല. അപ്പോൾ മാനസാന്തരപ്പെടുന്നവർക്ക് വളരെ ഉറപ്പുണ്ട്, ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ അവർ മരിച്ചാൽ അവർ സ്വർഗത്തിലേക്ക് പോകും. അതിന് വേറെ ഒന്നും കാര്യമല്ല. അവൻ ദൈവകുടുംബത്തിലേക്ക് ദത്തെടുക്കപ്പെട്ടതുകൊണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള വീണ്ടും ജനനം പ്രാപിച്ചതുകൊണ്ട്, ഒരു പുതിയ സൃഷ്ടി ആയതുകൊണ്ട്, വളരെ അഷ്വറൻസ് അവന് പ്രാപിക്കുന്നത് കൊണ്ട് അവൻ ഹേ മരണമേ, നിന്റെ വിജയം എവിടെ, നിന്റെ വിഷമുള്ളവിടെ എന്ന് ചലഞ്ച് ചെയ്യുവാൻ കഴിയും. അതാണ് രക്ഷിക്കപ്പെട്ടവരുടെ പാരമ്പര്യം. അതാണ് ദൈവജനത്തിൻ്റെ പാരമ്പര്യം. അതാണ് അപ്പോസ്തലന്മാർ കാഴ്ചവെച്ചത്. പൗലോസും പത്രോസും സ്തെഫാനോസും ഒക്കെ കാഴ്ചവെച്ചത് അങ്ങനെയുള്ളൊരു പാരമ്പര്യമാണ്. അല്ലാതെ ജീവിതത്തിൽ മരിച്ച ശേഷം മധ്യസ്ഥന്മാരെ വിളിച്ചോ, ജീവിക്കുമ്പോൾ മധ്യസ്ഥന്മാരെ വിളിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവരല്ല. യേശു മുഖാന്തരം രക്ഷ പ്രാപിച്ച്, രക്ഷ അവരുടെ സ്വന്തമാണെന്ന് കണ്ട് നിത്യജീവന്റെ ഉറപ്പ് പ്രാപിച്ച് ഇവിടെ തന്നെ സമൃദ്ധിയായ ജീവൻ അനുഭവിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ് 1-ാം നൂറ്റാണ്ടിൽ തുടങ്ങി ദൈവസഭയുടെ ഭാഗം. അല്ലാതെ ഇന്ന് നാം കാണുന്ന സഭകൾ അവർ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, യേശുവിനെ കർത്താവായി അംഗീകരിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവരാണെങ്കിൽ, ആത്മാവിൽ നടത്തപ്പെടുത്ത് ആത്മാവിൻ്റെ ഫലമുള്ളവരായി വളരെ പ്രത്യാശയോട് ജീവിക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. അവർക്ക് മരണത്തെ വെല്ലുവിളിക്കുവാൻ കഴിയും. കാരണം അവർ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശം എടുത്തു. എന്താ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശം? എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശു പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതാണ് യേശുവിൻ്റെ ഉപദേശം. ആ ഉപദേശം അപ്പോസ്തലന്മാർ ഏറ്റെടുത്തു. അതുകൊണ്ട് അവർ വളരെ ധൈര്യമായി ആ ഉപദേശം പഠിപ്പിച്ചു. അതുകൊണ്ടാണ് മനുഷ്യർക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മരിക്കുന്നതിന് യാതൊരു ഭയവുമില്ലാതെ ലക്ഷോപലക്ഷങ്ങൾ ചരിത്രത്തിൽ യേശുവിന് വേണ്ടി മരിച്ചത്. ഇന്നും ആയിരക്കണക്കിന് ആൾക്കാർ യേശുവിന് വേണ്ടി മരിക്കുമ്പോൾ അവർ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചത് കൊണ്ടും കർത്താവ് രക്ഷകനാണെന്നുള്ളതും കൊണ്ടുമാണ് അവർ ഞങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നതിന് സംഘടനയില്ല, സമുദായമില്ല, ആർക്കുമാകാം. അത് ഏത് ജാതിയിലുള്ളവർക്കുമാകാം, ഏത് സമുദായത്തിലുള്ളവർക്കുമാകാം. യേശു രക്ഷിതാവാണെന്നും അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടെന്നും ഉറപ്പായി വിശ്വസിക്കുന്നവനാണ് യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ തുനിയുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു?
അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്താ? യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതൊക്കെയും പഠിപ്പിക്കുവാൻ. രണ്ടാമതെന്താ അവർ ചെയ്തത്? അവർ കൂട്ടായ്മ പുലർത്തി. എന്താണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്? നമുക്കറിയാം, അപ്പോസ്തലന്മാരെ അവരുമായിട്ടുള്ള കൂട്ടായ്മ. കാരണം അവർക്കൊരനുഭവമുണ്ട്. യേശുവിൻ്റെ കൂടെ അവരിരുന്നു. യേശു അപ്പോസ്തലന്മാരെ വിളിച്ചത് യേശുവിനോട് കൂടെ ഇരിപ്പാനും അയക്കാനും അധികാരമുള്ളവരായി തീരുവാൻ വേണ്ടിയിട്ടാണ്. അതെ, മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കൂടെ ഇരിക്കുന്ന, യേശുവുമായിട്ടുള്ള ബന്ധം, യേശുവിൻ്റെ ജനങ്ങളുമായിട്ടുള്ള ബന്ധം, അതാണ് കൂട്ടായ്മ. അല്ലാതെ എന്തേലും കാണിച്ചു വെച്ചാൽ അത് കൂട്ടായ്മയാകില്ല. ഈ ജനങ്ങളെ നിങ്ങൾ നോക്കിക്കേ. അവരെ രക്ഷിക്കപ്പെട്ടതായ ഈ ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ വളരെ സന്തോഷമുള്ളവരായിരുന്നു. അവരെ എങ്ങനെയാണ് കർത്താവുമായി ഒരു ബന്ധം സ്ഥാപിച്ചപ്പോൾ അവർക്ക് വളരെ സന്തോഷമുള്ളവരായി ദിനംപ്രതി ഒരുമനപ്പെട്ട് ദേവാലയത്തിൽ വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അവരുടെ ജീവിതത്തിൽ ഉല്ലാസമുണ്ടായിരുന്നു, അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു, അവർക്ക് പ്രത്യാശയുണ്ടായിരുന്നു, ഒരു വലിയ കൂട്ടായ്മയുടെ ബന്ധം അവർക്കുണ്ടായിരുന്നു. അപ്പൊ അതാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ രണ്ടാമത്തെ ഭാഗം, അപ്പോസ്തോലിക സഭയുടെ അടിസ്ഥാനം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് ഒരു കൂട്ടായ്മ അവരുമായും ദൈവമായും കൂട്ടിക്കൊണ്ടുവന്നു. അവരുടെ ജീവിതത്തിൽ അവർക്ക് ചിലത് അനുഭവിക്കുവാനുണ്ടായിരുന്നു. യേശുവിനെ അനുഭവിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം അനുഭവിപ്പാൻ. അവരുടെ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമായതുകൊണ്ട്, അതുകൊണ്ടാണ് പൗലോസ് റോമിലുള്ളവരോട് വീണ്ടും പറയുന്നത്, ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണമല്ല, പാനീയമല്ല, അത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവർക്ക് ഉല്ലാസമുണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു. അത് യേശുക്രിസ്തുവിൻ്റെ ആഗ്രഹമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു അവരെ മാളിക മുറി വലിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുമ്പോൾ അവിടുത്തെ 11-ാമത്തെ വാക്യത്തിൽ 15:11 ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പീരിൻ്റെ ഒരു ഭാഗമായിരുന്നു കൂട്ടായ്മ മുഖാന്തരം, യേശുവുമായിട്ടുള്ള കൂട്ടായ്മ മുഖാന്തരം, സഹോദര വർഗങ്ങളുമായിട്ടുള്ള കൂട്ടായ്മ മുഖാന്തരം യേശുവിൻ്റെ സന്തോഷം, പൂർണ്ണമായ സന്തോഷം അവർക്കുണ്ടാകുക എന്നുള്ളത്. അപ്പോൾ ഈ കൂട്ടായ്മ കൊണ്ട് മാത്രമേ എന്തുണ്ടാകുകയുള്ളൂ? സന്തോഷമുള്ള, ഒരു പ്രത്യാശയുള്ള, ധൈര്യമുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ കഴിയുകയുള്ളൂ. അടുത്തത്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്, അടുത്തത് എന്താണ്? അവരുടെ ജീവിതത്തിൽ കർത്താവിനെ ഓർക്കുന്ന, അപ്പം നുറുക്കുന്ന ശുശ്രൂഷയുണ്ടായിരുന്നു. എന്താ കർത്താവിനെ ഓർക്കുന്ന ശുശ്രൂഷ? ഈ കർത്തൃമേശ എന്ന് പറയുന്നത് 2-3 കാര്യങ്ങൾ കുറഞ്ഞതുണ്ട്. ഒന്ന്, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, നമുക്ക് വേണ്ടി തകർന്നു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിനായുള്ള ആ ശിക്ഷയും ഏറ്റു, പാപമോചനത്തിന് വേണ്ടി അവൻ രക്തം ചൊരിഞ്ഞു എന്നുള്ള ആ വലിയ വിശ്വാസം. യേശു നമുക്ക് വേണ്ടി അത് ചെയ്തതിനെക്കുറിച്ചുള്ള ഓർമ്മ. യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി മടങ്ങി വരുമെന്ന്, കാരണം എൻ്റെ വരവോളം ഇത് ചെയ്യുവാൻ പറഞ്ഞതുകൊണ്ട് യേശു മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷ. അപ്പോൾ ഈ കർത്തൃമേശയിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇതാണ് നമ്മെ ഓർപ്പിക്കുന്നത്. ഇത് പാപമോചനത്തിന് വേണ്ടിയുള്ള രക്തവും അതിനു വേണ്ടിയുള്ള തകർക്കപ്പെട്ട ശരീരവുമാണ്. രണ്ടാമത്, യേശു എനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തതുകൊണ്ട് എൻ്റെ രക്ഷ ഷുവറാണ്. പാപത്തിൻ്റെ ശമ്പളമായ മരണം തീർന്നുപോയി, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, എനിക്കിനിയും രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി വേറൊരു കർമ്മവും ചെയ്യേണ്ട എന്ന് ഈ അപ്പവും വീഞ്ഞും എന്നോട് പറയുകയാണ്. തകർക്കപ്പെട്ട ഈ ശരീരം എൻ്റെ പാപത്തിനു വേണ്ടി തകർക്കപ്പെട്ടു, പാപമോചനത്തിനു വേണ്ടി രക്തം ചിന്തി. അതുകൊണ്ട് ഞാൻ ഇനിയും പാപമോചനത്തിനു വേണ്ടി മറ്റൊരു മധ്യസ്ഥൻ്റെ അടുക്കൽ പോവുകയോ വേറൊരു കർമ്മമോ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് ഞാൻ വേറെ യാതൊരു വിധമായ കർമ്മങ്ങൾ മനുഷ്യരുണ്ടാക്കി ഒരു കർമ്മവും ചെയ്യണ്ട എന്നുള്ള ധൈര്യം നമുക്ക് നൽകുകയാണ്. രണ്ടാമത്തേത്, എൻ്റെ യേശു എനിക്ക് വേണ്ടി ഇത്രയും തകർന്നത് കൊണ്ട് ഞാൻ അവനോട് നന്ദിയുള്ളവനായി കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഉള്ള ഒരു ചിന്താഗതി. എന്തിനു വേണ്ടി? അവൻ വരുന്നത് കൊണ്ട്. അപ്പോൾ അതാണ് കൂട്ടായ്മയിൽ നമുക്ക് തരുന്ന ധൈര്യം. ഏതെടുക്കുമ്പോൾ? കർത്തൃമേശ എടുക്കുമ്പോൾ. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറഞ്ഞത് യേശു പഠിപ്പിച്ച ഉപദേശം ആയിരിക്കണം.
അവരുടെ ജീവിതത്തിൽ കൂട്ടായ്മ എന്ന് പറയുന്നത് ദൈവത്തോടും മനുഷ്യനോടും പരിശുദ്ധാത്മാവിലുള്ള ഒരു വലിയ ബന്ധമാണ് സ്ഥാപിക്കുന്നത്. കാരണം ദൈവം ആത്മാവാകുന്നു. ആത്മാവാകുന്ന ദൈവത്തെ നാം ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കുന്നത്. ഹൃദയമാണ് അവിടുത്തെ പ്രാധാന്യമുള്ള കാര്യം. ഹൃദയമില്ലാത്ത ആരാധന വെറും ചടങ്ങാണെന്ന് യേശു പഠിപ്പിച്ചു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറയാത്ത ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ദൈവത്തെ ആത്മാവാകുന്ന ദൈവത്തെ നമ്മുടെ ആത്മാവിൽ ആരാധിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ആത്മാവാകുന്ന ദൈവത്തെ നമ്മുടെ ആത്മാവിൽ ആരാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ കഴിയുകയില്ല. അതുകൊണ്ട് അവിടെയാണ് കൂട്ടായ്മയുടെ ബലം. അത് കഴിയുമ്പോൾ കർത്തൃമേശ നമ്മൾക്ക് പാപമോചനം പ്രാപിച്ചു എന്നും അതിന് കാരണക്കാരൻ യേശുവാണെന്നും ആ യേശു നമ്മുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ മാത്രമല്ല ശരീരത്തിൻ്റെ രക്ഷയുടെ ഉണ്ടാകുവാൻ വേണ്ടി അവൻ കടന്നു വരുമ്പോൾ നാം അവൻ ഇരിക്കുന്നിടത്ത് അവനെ കാണുമ്പോൾ അവനെ പോലെ ആകുന്ന ആ സുദനത്തിന് വേണ്ടി നാം കാത്തിരിക്കുകയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യാശ. അതുകൂടാതെ അടുത്തതൂടെ പറയട്ടെ, പ്രാർത്ഥനയിലുറ്റിരുന്നു. എന്താണ് പ്രാർത്ഥന? യേശു പറഞ്ഞു നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്, ഇങ്ങനെ പ്രാർത്ഥിക്കണം. യേശു പ്രാർത്ഥിച്ച് കാണിച്ചു. അവരെ 10 ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചു. പെന്തക്കോസ്ത് ദിനം അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ സംഭവിച്ചപ്പോൾ അവർ പ്രാർത്ഥിക്കുകയായിരുന്നു. അവർ പ്രാർത്ഥിക്കാൻ പോയപ്പോഴാണ് ആദ്യത്തെ അത്ഭുതം നടക്കുന്നത്. രാവിലെ പത്രോസ് യോഹന്നാനും കൂടെ പ്രാർത്ഥിക്കാൻ പോകുമ്പോഴാണ് ഒരു മുടന്തൻ വഴിയിലിരുന്ന് തനിക്ക് ഭിക്ഷ ലഭിക്കുമോ എന്ന് ഇവരെ നോക്കുകയും അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ പണമില്ല, ഞങ്ങൾക്കുള്ളത് യേശുവാണ്, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ പറഞ്ഞ് ആ സംഭവം ഉണ്ടായത് അവർ പ്രാർത്ഥിക്കാൻ പോകുമ്പോഴാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള അഭേദ്യ ബന്ധം അവർ സ്ഥാപിക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ച് അവരുടെ ഇഷ്ടം നേടിയെടുക്കുകയല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുവാൻ പ്രാർത്ഥന അത്യന്താപേക്ഷിതമായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതി നോക്കൂ. പൗലോസ് മാനസാന്തരപ്പെട്ടപ്പോൾ അവൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് 3 ദിവസം. അപ്പോൾ കർത്താവ് പറയുന്നു, ഹനനിയാസിനോട് പറയാവും പോകൂ. അവൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ വരെ അവൻ ചിലപ്പോൾ വളരെ അതിക്രമിയായിരിക്കാം, അവൻ സഭയെ മുടിച്ചവനായിരിക്കാം, പക്ഷേ ഇപ്പോൾ അവൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് നീ അവൻ്റെ അടുക്കിലേക്ക് പോയി അവന് കാഴ്ച പ്രാപിപ്പാനും അവൻ പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് അവൻ്റെ മേൽ കൈവെക്കാം. പത്രോസ് പ്രാർത്ഥിച്ചപ്പോഴാണ് യേശു പഠിപ്പിച്ചുവെങ്കിലും അവർക്ക് ഗ്രഹിക്കാൻ വയ്യാത്ത ജാതികളുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ ഇറങ്ങിപ്പുറപ്പെട്ടത്. പൗലോസും ബർന്നബാസും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ലോക സുവിശേഷീകരണത്തിന് വേണ്ടി അവരെ വിളിച്ചു വേർതിരിക്കുന്നത്. ഞാനും നീയും പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് വിധവമാർക്ക് വേണ്ടിയുള്ള ആഹാരം സെർവ് ചെയ്യുവാൻ ഞങ്ങളെ കൊണ്ട് പറ്റുകയില്ല. അതിൻ്റെ കാരണം ഞങ്ങൾ വചനത്തിലും പ്രാർത്ഥനയിലും ഊറ്റിയിരിക്കും. കാരണം അവരോട് കർത്താവ് പറഞ്ഞത് ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾ ഉപദേശിക്കണം. അപ്പോൾ അവർക്ക് വചനം പഠിപ്പിച്ചേ മതിയാകുകയുള്ളൂ. പ്രാർത്ഥിക്കുന്നത് അവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ ഹിതത്തിനു വേണ്ടി ജീവിതത്തെ തിരിച്ചുവിടുന്നതാണ്. അപ്പോൾ ആരാണ് അപ്പസ്തോലിക സഭ? യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി കർത്താവായി അംഗീകരിച്ച് പാപമോചനത്തിനു വേണ്ടി മാനസാന്തരപ്പെട്ട് യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ, യേശു പറഞ്ഞ സ്നാനമേൽക്കുന്നവൻ, യേശു കാണിച്ചു കൊടുത്ത പരിശുദ്ധാത്മാ സ്നാനം പ്രാപിക്കുന്നവൻ, അത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ജീവിക്കുകയല്ല. നാം ഈ പറയുന്നത് പോലെ ഒരു ലഘുവായ ജീവിതമല്ല ക്രിസ്ത്യ ജീവിതം. അത് കർത്താവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇടുക്കവും ഞെരുക്കവുമുള്ള വാതിൽ കൂടെ കടന്നു പോകുന്നൊരു പാതയാണ്. അത് ഈ ലോകത്തിൽ ഇന്ന് എവിടെയാണ് കാണുന്നത്? അത് രക്ഷിക്കപ്പെട്ട് സത്യത്തിനു വേണ്ടി നിൽക്കുന്ന, കർത്താവിനെ ഫോളോ ചെയ്യുന്ന, ക്രൂശെടുത്ത് അനുഗമിക്കുന്നവർക്ക് മാത്രമേ അതുപോലെ ഒരു ഞെരുക്കത്തിൻ്റെയും ഇടുങ്ങിയ പാതയുള്ളൂ. അല്ലെങ്കിൽ അതെല്ലാം വിശാലമാണ്. അപ്പോൾ നാം യാത്ര ചെയ്യുന്ന പാത നമുക്ക് വെളിപ്പെടുത്തും ആരാണ് അപ്പോസ്തോലിക സഭയെന്ന്. അത് അപ്പോസ്തോലന്മാർ സ്ഥാപിച്ച സഭയുടെ പാരമ്പര്യം പറവാൻ ഈ വലിയ സഭയെന്ന് അഭിമാനപ്പെടുന്ന, പാരമ്പര്യ സഭയെന്ന് അഭിമാനിക്കുന്ന ഒരുത്തർക്കുമില്ല. റോമിലുള്ളവർക്കുമില്ല, അന്ത്യോക്യയിലുള്ളവർക്കുമില്ല. ആകെയുള്ളത് അത് യെരുശലേമിലുള്ള സഭയാണ്. യെരുശലേമിലുള്ള സഭയെ ആരനുഗമിക്കുന്നുവോ അതാണ് അപ്പോസ്തോലിക
അതെ, അത് 20-ാം നൂറ്റാണ്ടിലുണ്ടായാലും 19-ാം നൂറ്റാണ്ടിലുണ്ടായാലും ആരാണ് അപ്പോസ്തോലന്മാരുടെ സഭയെ പിന്തുടരുന്നത്? അവർക്കാണ് അപ്പോസ്തോലിക ആ സഭയുടെ പാരമ്പര്യം ഏറ്റുപറവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, അവർ യേശുവിനെയാണ് അനുഗമിക്കുന്നത്. യേശു പറഞ്ഞത് എന്താണ്? നിൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുക. യേശു പത്രോസിനെയും അന്ത്രയോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കണ്ടപ്പോൾ മത്തായിയോട് പറഞ്ഞത് എന്നെ അനുഗമിക്കുക എന്ന്. അപ്പോൾ യേശുവിനെ അനുഗമിക്കുന്നതാണ് യഥാർത്ഥ പാരമ്പര്യം. യേശുവിനെ ഉയർത്തിയ യേശു ഉയർത്തുകയും യേശു പഠിപ്പിക്കുകയും ചെയ്ത അപ്പോസ്തോലന്മാരുടെ ഉപദേശമാണ് അപ്പോസ്തോലിക സഭയുടെ ബാക്ക്ഗ്രൗണ്ട്. അവരുടെ കൂട്ടായ്മ, യേശുവും ദൈവസഭയുമായിട്ടുള്ള കൂട്ടായ്മ, യേശു നമുക്ക് വേണ്ടി ചെയ്ത ആ ക്രൂശിലെ മരണത്തെ ഓർപ്പിക്കുന്ന, അവൻ്റെ വരവിൻ്റെ പ്രത്യാശ നൽകുന്ന കർത്തൃമേശ ആചരിക്കുന്ന, ഓർമ്മയ്ക്കായി ആചരിക്കുന്നവർ. പിന്നീട് പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവർ. അതുകൊണ്ട് എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിന് വേണ്ടി വിധേയപ്പെടുത്തുവാൻ കഴിയും, പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുവാൻ കഴിയും, പരിശുദ്ധാത്മാവിൻ്റെ ഫലം കായ്ക്കുവാൻ കഴിയും. അല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ആനയുടെ വാലെ പിടിച്ചിട്ട് ഇതാണ് ആനയെന്ന് പറയുന്നത് പോലെയുള്ളൂ, ഇതിലേതെങ്കിലും ഒരു കാര്യമുണ്ടായിട്ട് നമ്മളെ ബാക്കിയുള്ളതൊക്കെ തെറ്റിച്ചാൽ കഴിയുള്ളൂ. ആന വളരെ വലിയൊരു മൃഗമായി അതിൻ്റെ ചെവിയെ പിടിക്കുന്നവനെ അതൊരു മുറം പോലെ തോന്നിയേക്കാം, അതിൻ്റെ തുമ്പിക്കൈയെ പിടിക്കുന്നവനെ അതൊരു തൂണ് പോലെ തോന്നിയേക്കാം, കാലെ പിടിക്കുന്നവനും തൂണായി തോന്നിയേക്കാം, വാലെ പിടിക്കുന്നവനൊരു ചൂലോ വടിയോ എന്ന് തോന്നിയേക്കാം. അവനൊക്കെ അങ്ങനെ പറയുമ്പോൾ അത് ആനയാകാത്തതുപോലെ ഏതെങ്കിലും ഒരു കാര്യം മാത്രമുണ്ടായിട്ട് ഞങ്ങളാണ് യഥാർത്ഥ ആനയെ കണ്ടതെന്ന് പറഞ്ഞാൽ അതെന്തൊരു പോഷത്വമാണ്. അതല്ലേ ഇന്ന് സഭകളിൽ നടക്കുന്നത്? ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ഞങ്ങളാണ് അപ്പോസ്തോലിക സഭയെന്ന് അവകാശപ്പെട്ടാൽ ആനയെ കാണുന്ന പൊട്ടക്കണ്ണനെ പോലും മാത്രമേ ഉള്ളൂ. അപ്പോസ്തോലന്മാരുടെ ഉപദേശം, യേശു പഠിപ്പിച്ച ഉപദേശം, അപ്പോസ്തോലന്മാരുടെ കൂട്ടായ്മ, യേശു കാണിച്ചു തന്ന മാതൃക തൻ്റെ ശിഷ്യന്മാരുമായി, അപ്പോസ്തോലന്മാരുടെ അപ്പം നുറുക്കെന്ന് പറയുന്നത് യേശുവിൻ്റെ ഓർമ്മ, തകർക്കപ്പെട്ട യേശു, വരുവാനുള്ള യേശു. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കുവാൻ ദൈവസന്നിധാനത്തിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത് പരിശുദ്ധാത്മാവിന് കീഴടങ്ങി പരിശുദ്ധാത്മാവിൽ നടന്ന് യേശുവിൻ്റെ സാക്ഷികളായി തീരുക. ആ സഭ എങ്ങനത്തെ ഒരു സഭയായിരുന്നു? അത് ഒരു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മൂവ്മെൻ്റുള്ള സഭയായിരുന്നു. അതെന്തിനു വേണ്ടി അവർ മൂവ് ചെയ്തത്? യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിലൊക്കെയും പോയി സുവിശേഷം അറിയിപ്പിൻ. സുവിശേഷീകരണത്തിന് വേണ്ടി മൂവ് ചെയ്ത ഒരു സഭ, മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സഭ, അതാണ് അപ്പോസ്തോലിക സഭ. കാരണം അവരുടെ ലക്ഷ്യം ലോകത്തിലൊക്കെയും പോയി എല്ലാവരെയും ശിഷ്യരാക്കുക എന്നുള്ളതാണ്. അതിൽ കുറഞ്ഞ ഒരു സഭയും അപ്പോസ്തോലിക സഭയല്ല. അത് ഏത് സഭയ്ക്കുണ്ടോ അവരാണ് അപ്പോസ്തോലിക സഭ. ആ വ്യക്തി എന്തെല്ലാം ക്ലെയിം ചെയ്താലും അപ്പോസ്തോലന്മാരുടെ ജീവിതശൈലി അവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവർ യേശുവിനെ ഉയർത്തിയതുപോലെ ഉയർത്തി, യേശുവിൻ്റെ നാമത്തെ പുകഴ്ത്തി, യേശുവിൻ്റെ നാമത്തെ വിളിച്ചു പറഞ്ഞ് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുവോ അവനാണ് സാക്ഷാൽ അപ്പോസ്തോലിക സഭ. അങ്ങനെയുള്ള മനോഭാവം നമുക്കില്ലെങ്കിൽ, മരണത്തിന് അങ്ങേപ്പുറത്തൊരു ജീവിതത്തിൻ്റെ ഉറപ്പ് നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടെങ്കിൽ നീ രക്ഷിക്കപ്പെട്ടവനല്ല. നീ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ നിനക്ക് ഉറപ്പുണ്ട്, നീ കർത്താവിൻ്റെ കുടുംബത്തിലേക്ക് ദത്തെടുത്തപ്പെട്ടവനാണ്. ദത്തെടുത്തവനാണെങ്കിൽ അവൻ ക്രിസ്തുവിനോടൊപ്പം കൂട്ടവകാശിയാണ്. നിനക്ക് ഓൾറെഡി തന്നെ ആഷ്വറൻസ് ഉണ്ട്. നീ തേജസ്കരിക്കപ്പെട്ടവനാണ്, ക്രിസ്തുവിൻ്റെ വലത്തുഭാഗത്ത് സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുകയാണ്. കാരണം പുത്രൻ വലത്തുഭാഗത്തിരിക്കുന്നത് കൊണ്ട് കൂട്ടവകാശിയും വലത്തുഭാഗത്തിരിക്കാം. അതുകൊണ്ട് ആ പ്രത്യാശയാൽ നമ്മെ നടത്തട്ടെ. ലോകത്തിൽ എന്ത് സംഭവിച്ചാലും അവന് പറവാൻ കഴിയും, ജീവിക്കുന്നത് ക്രിസ്തുവിനെ, മരിക്കുന്നത് ലാഭം. അത് അത്യുത്തമം. അതാണ് എൻ്റെ ലക്ഷ്യം, കർത്താവിൻ്റെ അടുക്കൽ പോകുക. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ആ ഉറപ്പ് നമുക്ക് പ്രാപിക്കാം. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ. പ്രിയ കർത്താവേ, നിൻ്റെ സന്നിധാനത്തിൽ, നിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ, നിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറവാൻ അടിയന് കൃപകൾ ലഭിച്ചു. അടിയനെ കേട്ട നിൻ്റെ മക്കളൊക്കെയും ഉറപ്പുള്ളവരായി, ധൈര്യമുള്ളവരായി, ഏത് ജീവിതത്തിൻ്റെ പ്രശ്നത്തെയും അഭിമുഖീകരിക്കുമ്പോഴും ഈ ലോകത്തിന് അങ്ങേപ്പുറത്ത് ഞങ്ങൾക്കൊരു ജീവിതമുണ്ട്. ഈ ലോകം ടെമ്പററിയാണ്, ഞങ്ങൾ അന്യരാണ്, പരദേശികളാണ്. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ ഉപദേശം കേട്ട് ഞങ്ങൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി
ഞങ്ങൾ കർത്താവിൻ്റെ വരവരെയും നിൻ്റെ രാജ്യത്തെക്കുറിച്ച് നീ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം തികച്ച് ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അടിയനെ കേട്ട് എല്ലാവരെയും ആസ്വദിക്കണമേ. ധൈര്യവും ബലവും കൊടുക്കണമേ. രോഗവും ദുഃഖവും പ്രയാസവും വേദനയുമുള്ള ലോകത്തിൽ ധൈര്യവും പ്രത്യാശയും കൊണ്ട് അവരുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. ഞങ്ങൾ ആരാണെന്ന് ഞങ്ങളെക്കുറിച്ച് ഒന്ന് കാണുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ കേൾക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ. അവരുടെ ആവശ്യം നീ അറിയുന്നുണ്ട്. അവരെവിടെ ഇരുന്ന് കേൾക്കുന്നുവോ അവർക്ക് ധാരാളം കൃപകളും അനുഗ്രഹങ്ങളും നന്മകളും സൗഖ്യവും വിടുതലും ആരോഗ്യവും പ്രത്യാശയും ധൈര്യവും കൊടുക്കുമാറാക്കണമേ. ഞങ്ങളെ അനുഗ്രഹിച്ചത് കൊണ്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ സന്തോഷത്തോടും സമാധാനത്തോടും പറഞ്ഞു വിട്ടാട്ടെ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മളോടും നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ലോകത്തുള്ള സകല ദൈവജനത്തോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ മെസ്സേജ് നിങ്ങൾക്ക് സന്തോഷമായെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. വീണ്ടും നമുക്ക് കാണാം. പ്രൈസ് ദി ലോർഡ്.